എത്ര കണ്ടാലും മടുക്കാത്ത വയനാട്. ഈ ബസ് സ്റ്റോപ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വയനാട് ചുരത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല അപകടങ്ങൾക്കും കാരണം എന്താണ്? ഇതൊരു സെലിബ്രേഷൻ വീഡിയോ ആണ്, അതുപോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗുമാണ്. കണ്ടു നോക്കാം. വയനാട് ചുരത്തിലെ കുറേ സംഭവവികാസങ്ങളും അതുപോലെ തന്നെ ഒരു അടിപൊളി എൻഗേജ്മെൻറ്റ് വീഡിയോസും. ട്രാവൽ വ്ളോഗ്. വയനാട്ടിലെ നല്ലൊരു ഗ്രാമം പൊഴുതന. അങ്ങനെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ റോയ് 3R വീഡിയോസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ KSRTC ബസ്സിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു വിത്ത് ഫാമിലി. ഒരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. അതിനായിട്ട് ഞങ്ങൾ പോവുകയാണേ. ഈ യാത്രയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ വയനാട് ചുരത്തിലൊക്കെ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് അല്ലേ? ഇതുണ്ടോ, നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരത്തിലൂടെ പോകുമ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? വയനാട് ചുരത്തിലെ 6ഉം 7ഉം 8ഉം ഹെയർ പിന്നുകളിലെ വർക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിക്ക സമയവും ബ്ലോക്കായിരിക്കും. പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മളും ആ ഒരു ബ്ലോക്കിലോട്ട് വിട്ടു. കണ്ടോ, നമ്മുടെ മുന്നിലേ ഒരു ബെൻസിൻ്റെ ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. വയനാട് ചുരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലുരുണ്ട് വീണ് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണത്. ഈ കല്ലുകളൊക്കെ ഉരുണ്ട് വീഴുമ്പോൾ പിന്നീട് അധികൃതർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ പോണ പോക്കിൽ വയനാട് ചുരം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാൻ ഭംഗിയുള്ളതാണ്. അതുണ്ടോ, ആ ഒരു വേരിലാണ് ഒരു കല്ല് തടഞ്ഞു നിൽക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ താഴോട്ട് പതിക്കും. മുകൾ വശത്ത് അതാ മറ്റൊരു കല്ല് ഒട്ടിച്ച് വെച്ചതുപോലെ നിൽക്കുന്ന കല്ലുകളാണ്. ഏത് സമയവും അതും താഴേക്ക് പതിക്കാം. ഒരു നല്ലൊരു മഴ പെയ്താലൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണത്. ഈ ഇതിൽ വേണ്ടപ്പെട്ടവർക്ക് ഒരു ദിവസം അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കല്ലുകളും മരങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളയുകയാണെങ്കിൽ, നീക്കം ചെയ്യുകയാണെങ്കിൽ പിന്നീട് മഴക്കാലത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയും. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. മറിഞ്ഞ് വീഴാനായ ഒരുപാട് മരങ്ങളൊക്കെ നമുക്ക് ഈ യാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ കണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ വേര് ജസ്റ്റ് പിടിച്ച് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് കളയുകയാണെങ്കിൽ പിന്നീട് വലിയ അപകടങ്ങൾ ഉണ്ടാവാതെ സംഭവിക്കാതെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഇതൊക്കെയാണ് ഈ ചുരത്തിലെ കാര്യങ്ങൾ കേട്ടോ. കുറേയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ഭാവിയിൽ സംഭവിക്കാവുന്ന വലിയ അപകടങ്ങളെ തരണം ചെയ്യാനായിട്ട് കഴിയും. ചുരത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രമല്ല, മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊരു സംഭവം ഈ കഴിഞ്ഞ വർഷമാണ് നടന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, ജസ്റ്റ് വേര് പിടിച്ച് നിൽക്കാണ്ട് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് റോട്ടിലേക്ക് പതിയും. അത് വല്ല വാഹനത്തിൻ്റെയൊക്കെ മുകളിലാണെങ്കിൽ അപകടങ്ങൾ വലിയതായിരിക്കും. ഇതുപോലെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് താഴോട്ട് കിട്ടുന്നത് കേട്ടോ. നോക്കിയേ കാണുന്നത്. ചുരത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അർജൻറ്റായിട്ട് എവിടെയും പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങുക. ഏത് സമയവും ബ്ലോക്കിൽ പെടാം. നമ്മൾ അരമണിക്കൂർ എടുത്താണ് ചുരം കയറേണ്ടതെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ബ്ലോക്കിൽ പെട്ടുപോകാം. അപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വയനാട്ടിലോട്ട് യാത്ര ചെയ്യുന്നവർ കുറച്ചുകൂടി സമയം ലാഭിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പം ബ്ലോക്കിലൊക്കെ വന്ന് കിടക്കാം. ഭാവിയിൽ ആ ബ്ലോക്കൊക്കെ മാറും. ചുരത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ആ ബ്ലോക്കുകൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുരത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. കഴിഞ്ഞ വർഷം ചുരത്തിൽ 2 പ്രാവശ്യം മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്കായി.
അതിപ്പം നിയന്ത്രിക്കാനൊന്നും കഴിയില്ല, കാരണം വലിയ വലിയ കുന്നുകളാണ്. അത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ താഴെ ഞാൻ കല്ലിടിഞ്ഞ കാര്യം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ഇവിടെയാണ് ആ ചുരം ഇടിഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, മണ്ണുകളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഇടിഞ്ഞു വന്നത്. 2 പ്രാവശ്യം റോഡ് ബ്ലോക്കായിരുന്നു. വയനാട്ടിലോട്ടുള്ള ഈ ചുരം ബ്ലോക്കായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്ടിലോട്ടുള്ള യാത്ര മുടങ്ങും. പക്ഷേ ഭാവിയിൽ നമ്മുടെ തുരങ്കപാതയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് കുറച്ചുകൂടെ എളുപ്പം യാത്ര നടത്താനായിട്ട് കഴിയും. വയനാടിന് ഒരു റെയിൽവേ അത്യാവശ്യമാണ്. ആരും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ വയനാട്ടിലെ വൈത്തിരിയിലാട്ടുള്ളത്. നമ്മളൊരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്. പൊഴുതനയിലാണ്. അപ്പോൾ വൈത്തിരി പള്ളിയിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, അറിയില്ല. അപ്പം കല്യാണം കൂടാ, അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. ഞാനും മോളും വൈഫുണ്ട്. കല്യാണമല്ല, എൻഗേജ്മെൻ്റാണ്. അപ്പോൾ ഞങ്ങൾ വൈത്തിരിയിൽ നിന്നും പൊഴുതുനയിലേക്ക് പോകുന്ന വഴിയാണ്. എന്ത് മനോഹരമായ റൂട്ടാണ് ഇതെന്നറിയാവോ. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇതിലെ യാത്ര ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതിൽ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ റൂട്ടാണ്. ഇതിലെ നല്ല തേയിലക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു മനോഹരമായ റൂട്ടാണ് വൈത്തിരിയിൽ നിന്നും പൊഴുതന വഴിയുള്ള റൂട്ട്. ഇതിൽ നമുക്ക് പടിഞ്ഞാറത്തറയും അതുപോലെ തന്നെ ബാണാസുര സാഗറിലോട്ടൊക്കെ പോകാൻ കഴിയും. അപ്പം ഇതിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, അല്ല ഇതിൽ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വയനാടിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ഈ തേയിലക്കാടുകളാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും എത്ര പോയാലും എത്ര യാത്ര ചെയ്താലും മടുക്കില്ല. ഞാൻ വയനാട്ടുകാരനാണ്, ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. എത്ര കണ്ടാലും എനിക്ക് ഈ തേയിലക്കാടുകൾ എപ്പോഴും ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. നമ്മളിപ്പോൾ പൊഴുതനയിലോട്ട് എത്തിയിരിക്കുകയാണ്. പൊഴുതനയിലെ ഒരു ഹാളുണ്ട്. ഈ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. പൊഴുതന ചെറിയൊരു ടൗണാണ്. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. പാഷൻ ഫോർട്ട് കൊണ്ടൊരു ബസ് സ്റ്റോപ്പ്. ഇത് ഫാഷൻ ഫോർട്ടിൻ്റെ ആണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അടിപൊളിയല്ലേ. ബസ് കാത്തിരിക്കുകയും ചെയ്യുക, വേണ്ടവർക്ക് പാഷൻ ഫോർട്ട് പർച്ചേസ് ചെയ്യാം. ഒരു കുഞ്ഞു ബസ് സ്റ്റോപ്പ്. ഫാഷൻ ഫ്രൂട്ടാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ്. എന്താല്ലേ അടിപൊളി കാഴ്ച കേട്ടോ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഓരോ പാഷൻ ഫ്രൂട്ട് പറിച്ച് തിന്നാം. മോളൊരെണ്ണം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെങ്കിലും ഒരു ബിഗ് സല്യൂട്ടും കൂടി കൊടുക്കാം. കാരണം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ നേരം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. കാരണം എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ. നമുക്ക് നേരെ ഹോളിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയൊക്കെ കാണാം. അടിപൊളി സ്ഥലമാണ്. ഇത് ഒരുപാട് ദൂരെയാണ് ആ മല. നമ്മുടെ ക്യാമറയിൽ എത്ര വ്യക്തമാണെന്ന് അറിയില്ല. അതിന് തൊട്ടടുത്തായിട്ടൊരു ഓഡിറ്റോറിയം. ചെക്കനും പെണ്ണും പള്ളിയിലേക്ക് പോയതാണ്. അപ്പം ഇതാണ് ആ ഓഡിറ്റോറിയം. നല്ലൊരു സ്റ്റേജ് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാൻ കസേരകളും നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വണ്ടി പിടിച്ചു.
what you're drinking. 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. Don't look at the past. No, we're not going that way. Oh, now make it last. Make it last to the break of day. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. ഇനിയും കുറച്ച് ഡാൻസ് കണ്ടു നോക്കാം, പക്ഷെ പാട്ട് നമ്മൾ മാറ്റും. This is the time of your life. Remember, you don't get it twice. The time of your life. Remember, you don't get it twice. The time of your life. നല്ല കിടിലൻ ഡാൻസുകളായിരുന്നു. അതിലെ പാട്ടുകൾ ചെറുതായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പൊഴുതന ടൗണ്. ഇവിടെ നിന്ന് കൽപ്പറ്റയിലേക്കൊക്കെ ബസ്സുകൾ കിട്ടും. ബാണാസുര സാഗറിലോട്ട് പോകാം, പടിഞ്ഞാറത്തറ, കാവുമന്നം, അങ്ങനെ എല്ലായിടത്തോട്ടും ഇവിടുന്ന് ബസ് കിട്ടും. നമ്മളിത് ആ കാണുന്ന വഴി ഉണ്ടല്ലോ, ആ ഓട്ടോറിക്ഷ വരുന്ന തൊട്ടപ്പുറത്തുള്ള വഴി,
അതിൽ നേരെ പോയാൽ കൽപ്പറ്റ എത്തും. ഈ കാണുന്ന റോഡ് കേട്ടോ, കൽപ്പറ്റ. അപ്പോൾ നമ്മൾ ഇനിയും നേരെ കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. കൽപ്പറ്റയിൽ നിന്നും സ്ട്രെയിറ്റ് കോഴിക്കോട്. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.